നമസ്കാരം. ഇന്നത്തെ പത്രങ്ങളിലെ പ്രധാന തലക്കെട്ടുകൾ പരിശോധിക്കാം. ആദ്യം ദീപികയാണ്. ദീപികയിലേക്ക് വരുമ്പോൾ വലിയ പ്രാധാന്യത്തിൽ നൽകിയിരിക്കുന്ന വാർത്ത മണിപ്പൂരിലെ മുഖ്യമന്ത്രി രാജിവെച്ചതുമായി ബന്ധപ്പെട്ട വാർത്തയാണ്. BJP പാളയത്തിലും അവിശ്വാസം എന്ന് പറഞ്ഞുകൊണ്ട് ഒരു സ്ട്രിപ്പ് വാർത്തയുമായി ബന്ധപ്പെട്ട് നൽകിയിട്ടുണ്ട്. മറ്റൊരു ഹൈലൈറ്റ് ബിരേൻ സിംഗിന്റെ രാജി കോൺഗ്രസ് അവിശ്വാസ പ്രമേയം കൊണ്ടുവരാനിരിക്കെ എന്ന് പറഞ്ഞുകൊണ്ടാണ് ഹൈലൈറ്റ് വരുന്നത്. മണിപ്പൂർ മുഖ്യമന്ത്രി N. ബിരേൻ സിംഗ് രാജിവെച്ചു. സംസ്ഥാനത്ത് 2 വർഷമായി തുടരുന്ന കലാപം നിയന്ത്രിക്കുന്നതിൽ പരാജയപ്പെട്ടുവെന്നാരോപിച്ച BJPയിലെ കുക്കി വിഭാഗക്കാരായ MLA-മാർ മുഖ്യമന്ത്രിക്കെതിരെ കേന്ദ്ര നേതൃത്വത്തെ സമീപിച്ചിരുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് വാർത്ത തുടരുന്നത്. കൂടാതെ സംസ്ഥാനം രാഷ്ട്രപതി ഭരണത്തിലേക്ക് എന്ന് പറഞ്ഞുകൊണ്ട് മറ്റൊരു സബ് സ്റ്റോറിയും ഇതുമായി ബന്ധപ്പെട്ട് നൽകുന്നുണ്ട്. മറ്റു വാർത്തകളിലേക്ക് വരുമ്പോൾ ഡൽഹി മുഖ്യമന്ത്രിക്കായി ചർച്ച മുറുകുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് അടുത്ത വാർത്ത വരുന്നത്. ഡൽഹിയിൽ രാജ്യതലസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രി ആരാകണമെന്ന് BJPയിൽ ചൂട് പിടിച്ച ചർച്ച എന്ന് പറഞ്ഞുകൊണ്ട് വാർത്ത പുരോഗമിക്കുകയാണ്. അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് തന്നെ അതിഷി സ്ഥാനമൊഴിഞ്ഞതുമായി ബന്ധപ്പെട്ട മറ്റൊരു സബ് സ്റ്റോറിയും നൽകിയിട്ടുണ്ട്. മറ്റൊന്ന്, സംസ്ഥാനത്ത് 5 ഇടങ്ങളിൽ താപനില 40 ഡിഗ്രിക്ക് മുകളിലാണ് എന്ന വാർത്തയാണ്. എന്തൊരു ചൂട് എന്ന് പറഞ്ഞുകൊണ്ടാണ് ആ സ്റ്റോറി നൽകിയിട്ടുള്ളത്. മറ്റൊന്ന്, ഛത്തീസ്ഗഡിൽ 31 മാവോയിസ്റ്റുകളെ വധിച്ചു, 2 പോലീസുകാർക്കും വീരമൃത്യു. ഛത്തീസ്ഗഡിൽ 31 മാവോയിസ്റ്റുകളെ സുരക്ഷാ സേന ഏറ്റുമുട്ടലിൽ വധിച്ചു, 2 പോലീസുകാർ ഏറ്റുമുട്ടലിനിടെ വീരമൃത്യു വരിച്ചു. ബിജാപൂർ ജില്ലയിൽ ഇന്ദ്രാവതി നാഷണൽ പാർക്ക് മേഖലയിലെ വനത്തിൽ ഇന്നലെ രാവിലെയായിരുന്നു ഏറ്റുമുട്ടൽ ആരംഭിച്ചത് എന്ന് പറഞ്ഞുകൊണ്ടാണ് ആ വാർത്ത പുരോഗമിക്കുന്നത്. മറ്റൊന്ന്, പാതിവില തട്ടിപ്പുമായി ബന്ധപ്പെട്ട വാർത്തയാണ്. സ്പെഷ്യൽ ബ്രാഞ്ച് റിപ്പോർട്ട് പോലീസ് അവഗണിച്ചു എന്ന് പറഞ്ഞുകൊണ്ടാണ് തലക്കെട്ട് നൽകിയിട്ടുള്ളത്. പാതിവില തട്ടിപ്പിൽ അറസ്റ്റിലായ പ്രതി അനന്തു കൃഷ്ണനെ കുറിച്ച് മാസങ്ങൾക്ക് മുൻപേ സ്പെഷ്യൽ ബ്രാഞ്ച് നൽകിയ റിപ്പോർട്ട് പോലീസ് അവഗണിച്ചു എന്ന് പറഞ്ഞുകൊണ്ടാണ് ആ വാർത്ത പുരോഗമിക്കുന്നത്. റിട്ടയർഡ് ജസ്റ്റിസ് രാമചന്ദ്രൻ നായർ 3ാം പ്രതി എന്ന് പറഞ്ഞുകൊണ്ട് മറ്റൊരു സബ് സ്റ്റോറി ഇതുമായി ബന്ധപ്പെട്ട് നൽകുന്നുണ്ട്. രക്ഷാധികാരിയല്ല, അഡ്വൈസർ മാത്രമെന്ന ജസ്റ്റിസ് രാമചന്ദ്രൻ നായർ എന്ന് പറഞ്ഞുകൊണ്ടാണ് സബ് സ്റ്റോറി മറ്റൊരു സബ് ഹെഡിങ് വരുന്നത്. അടുത്തത് കേരള കൗമുദിയാണ്. കേരള കൗമുദിയിലേക്ക് വരുമ്പോൾ വീണ്ടും പകുതിവില തട്ടിപ്പിനാണ് വലിയ പ്രാധാന്യം നൽകിയിട്ടുള്ളത്. പകുതിവില തട്ടിപ്പ് ബൈലോയിൽ പങ്ക് വ്യക്തം എന്ന് പറഞ്ഞുകൊണ്ടാണ് അതിന് ഹൈലൈറ്റ് നൽകിയിട്ടുള്ളത്. ആനന്ദകുമാറും അറസ്റ്റിലേക്ക് എന്ന് പറഞ്ഞുകൊണ്ട് തലക്കെട്ട് നൽകുന്നുണ്ട്. രക്ഷാധികാരിയല്ല, ഉപദേശക സ്ഥാനം ഒഴിഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ടുള്ള റിട്ടയർഡ് ജഡ്ജിയുടെ വാക്കുകളും മറ്റൊരു സബ് സ്റ്റോറിയായി നൽകിയിട്ടുണ്ട്. മറ്റൊന്ന്, മണിപ്പൂരുമായി ബന്ധപ്പെട്ട വാർത്ത തന്നെയാണ്. ഒടുവിൽ ഒഴിഞ്ഞ ബിരേൻ സർക്കാർ എന്ന് പറഞ്ഞുകൊണ്ടാണ് സർക്കാരിൻ്റെ രാജി നൽകിയിട്ടുള്ളത്. മണിപ്പൂർ രാഷ്ട്രപതി ഭരണത്തിലേക്ക് എന്ന സൂചന എന്ന് പറഞ്ഞുകൊണ്ട് മറ്റൊരു ഹൈലൈറ്റ് നൽകുന്നുണ്ട്. മണിപ്പൂർ BJPയിൽ പാളയത്തിൽ പട, അമിത്ഷാ കൈവിട്ടു, രാജി കോൺഗ്രസ് അവിശ്വാസം കൊണ്ടുവരാനിരിക്കെ എന്ന് പറഞ്ഞുകൊണ്ട് മറ്റു 2 ബുള്ളറ്റിൻ നൽകുന്നുണ്ട്. മറ്റൊന്ന്, CPMന്റെ പ്രവർത്തന റിപ്പോർട്ടുമായി ബന്ധപ്പെട്ടതാണ്. തൃശ്ശൂരിൽ ഈഴവ വോട്ടുകൾ ചേർന്നു എന്ന് കണ്ടെത്തിയതുമായി ബന്ധപ്പെട്ടാണ് വാർത്ത. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തൃശ്ശൂർ മണ്ഡലത്തിലെ ഈഴവ വോട്ടുകൾ ചോർന്നതായി CPM ജില്ലാ സമ്മേളനത്തിലെ പ്രവർത്തന റിപ്പോർട്ട് എന്ന് പറഞ്ഞുകൊണ്ടാണ് വാർത്ത പുരോഗമിക്കുന്നത്. മറ്റൊന്ന്, തൗഫീഖെ നീയാണ് തങ്കം എന്ന് പറഞ്ഞുകൊണ്ടുള്ള വാർത്തയാണ്. ഉത്തരാഖണ്ഡ് ദേശീയ ഗെയിംസിലെ അത്ലറ്റിക് കേരളത്തിന്റെ ആദ്യ പൊന്നുവേട്ടക്കാരനായി ആലപ്പുഴ മണ്ണഞ്ചേരിക്കാരൻ തൗഫീഖ് എന്ന് പറഞ്ഞുകൊണ്ടാണ് ആ വാർത്ത പുരോഗമിക്കുന്നത്. മറ്റൊന്ന്, ഛത്തീസ്ഗഡിലെ മാവോയിസ്റ്റുകളെ വധിച്ചതുമായി ബന്ധപ്പെട്ട വാർത്തയും ഫ്രണ്ട് പേജിൽ തന്നെ കൗമുദിയും നൽകിയിട്ടുണ്ട്. ഇനി ദേശാഭിമാനിയാണ്. ദേശാഭിമാനിയിലേക്ക് വരുമ്പോൾ പ്രാധാന്യത്തിൽ നൽകിയിരിക്കുന്ന വാർത്ത മണിപ്പൂരുമായി ബന്ധപ്പെട്ട വാർത്ത തന്നെയാണ് വലിയ പ്രാധാന്യത്തിൽ ആദ്യമായി തന്നെ നൽകിയിട്ടുള്ളത്. മറ്റൊന്ന്, കോൺഗ്രസിന്റെ വഞ്ചന, ഇന്ത്യ കൂട്ടായ്മയിൽ അമർഷം എന്ന് പറഞ്ഞിട്ടുള്ള വാർത്തയാണ് വലിയ തലക്കെട്ടോടുകൂടി തന്നെ നൽകിയിട്ടുള്ളത്. BJP വിജയത്തിലേക്ക് വഴിയൊരുക്കിയത് കോൺഗ്രസ് എന്ന ഇന്ത്യ കൂട്ടായ്മയിലെ പാർട്ടികൾ. BJPയെ ജയിപ്പിക്കാൻ കോൺഗ്രസ് അത്യധ്വാനം ചെയ്തെന്ന് SP. കോൺഗ്രസ് ആത്മപരിശോധന നടത്തണമെന്ന് D. രാജ. സഖ്യമുണ്ടായിരുന്നെങ്കിൽ ഫലം മറ്റൊന്നാകുമായിരുന്നെന്ന് തൃണമൂൽ കോൺഗ്രസ്. ഇങ്ങനെയാണ് വലിയ തരത്തിലുള്ള വിമർശനങ്ങൾ വന്നതെല്ലാം തന്നെ ബുള്ളറ്റിനായി നൽകിയിട്ടുള്ളത്. കോൺഗ്രസിന്റെ വഞ്ചന എന്നതാണ് ഇതിൽ ഹൈലൈറ്റ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. ഡൽഹി ഭരണം BJPക്ക് കാഴ്ചവെച്ച കോൺഗ്രസ് നടപടിക്കെതിരെ പ്രതിപക്ഷ ഇന്ത്യ കൂട്ടായ്മയിൽ ശക്തമായ പ്രതിഷേധം എന്ന് പറഞ്ഞുകൊണ്ടാണ് വാർത്ത പുരോഗമിക്കുന്നത്. മറ്റൊന്ന്, മുണ്ടക്കൈ സർക്കാരിന്റെ കരുതൽ വീണ്ടും എന്ന് പറഞ്ഞുകൊണ്ടൊരു സ്ട്രിപ്പ് നൽകിയിട്ടുള്ള വാർത്തയാണ്. ദുരന്തബാധിതർക്ക് പ്രതിദിനം 300 രൂപ 9 മാസം കൂടി എന്ന് പറഞ്ഞുകൊണ്ടാണ് മുണ്ടക്കൈ ഉരുൾപൊട്ടൽ ദുരന്തബാധിത കുടുംബങ്ങളിലെ ജീവനോപാധി നഷ്ടമായവർക്ക് നൽകി വരുന്ന 300 രൂപ പ്രതിദിന സഹായം 9 മാസം കൂടി നൽകും എന്ന് പറഞ്ഞുകൊണ്ടാണ് ആ വാർത്ത പുരോഗമിക്കുന്നത്. മറ്റൊന്ന്, ഛത്തീസ്ഗഡിലെ മാവോയിസ്റ്റ് വേട്ടയുമായി ബന്ധപ്പെട്ട വാർത്തയും ദേശാഭിമാനിയും ഫ്രണ്ട് പേജിൽ തന്നെ നൽകിയിട്ടുണ്ട്. മറ്റ് വാർത്തകളിലേക്ക് വരുമ്പോൾ മുദ്ര ഫൗണ്ടേഷൻ പണം വാങ്ങിയതിന് തെളിവ് എന്ന് പറഞ്ഞുകൊണ്ട് നജീബ് കാന്തപുരത്തിൻ്റെ വാദം പൊളിയുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് ആ വാർത്ത പുരോഗമിക്കുന്നത്. നജീബ് കാന്തപുരം MLAയുടെ നേതൃത്വത്തിലുള്ള മുദ്ര ചാരിറ്റബിൾ ഫൗണ്ടേഷൻ ലാപ്ടോപ്പും സ്കൂട്ടറും നൽകാൻ വിദ്യാർത്ഥിയിൽ നിന്ന് നേരിട്ട് പണം സ്വീകരിച്ചതിൻ്റെ തെളിവ് പുറത്ത് എന്ന് പറഞ്ഞുകൊണ്ടാണ് വാർത്ത പുരോഗമിക്കുന്നത്. മറ്റൊന്ന്, ഉത്തരാഖണ്ഡ് ദേശീയ ഗെയിംസുമായി ബന്ധപ്പെട്ട വാർത്ത തൗഫീഖിലൂടെ കേരളം എന്ന് പറഞ്ഞുകൊണ്ട് ദേശാഭിമാനിയും ഫ്രണ്ട് പേജിൽ തന്നെ നൽകിയിട്ടുണ്ട്.
ഇനി ജന്മഭൂമിയാണ്. ജന്മഭൂമിയിലേക്ക് വരുമ്പോൾ വലിയ പ്രാധാന്യത്തിൽ നൽകിയിരിക്കുന്ന വാർത്ത, കേരളത്തിലെ പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ നഷ്ടം 5383.44 കോടിയാണ് നഷ്ടമെന്ന് പറഞ്ഞുകൊണ്ട് വാർത്ത നൽകിയിട്ടുണ്ട്. കൃത്യമായി തന്നെ കണക്കുകളും നൽകിയിട്ടുണ്ട്. സംസ്ഥാനത്തെ 131 പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ 65 സ്ഥാപനങ്ങളും വൻ കടക്കിണിയിലേക്കെന്ന റിപ്പോർട്ട് എന്ന് പറഞ്ഞുകൊണ്ടാണ് ആ വാർത്ത പുരോഗമിക്കുന്നത്. മറ്റൊന്ന്, ലാഭത്തിലുള്ള 37 സ്ഥാപനങ്ങളിൽ ആദ്യ സംസ്ഥാനങ്ങളിലുള്ളവ എന്ന് പറഞ്ഞുകൊണ്ടാണ് മറ്റൊരു സബ് സ്റ്റോറി വരുന്നത്. മറ്റൊന്ന്, ഛത്തീസ്ഗഡിലെ മാവോയിസ്റ്റ് വേട്ടയുമായി ബന്ധപ്പെട്ട വാർത്തയാണ്. കൂടാതെ തന്നെ മണിപ്പൂരിൽ മുഖ്യമന്ത്രി രാജിവെച്ചതുമായി ബന്ധപ്പെട്ട വാർത്തയും ജന്മഭൂമിയിൽ പ്രാധാന്യത്തിൽ നൽകിയിട്ടുണ്ട്. മറ്റൊന്ന്, പോലീസുകാരുടെ സൂക്കേട് തീർക്കുമെന്ന CPM ജില്ലാ സെക്രട്ടറിയുടെ പരസ്യ ഭീഷണിയാണ് പ്രാധാന്യത്തിൽ നൽകിയിരിക്കുന്ന മറ്റൊരു വാർത്ത. CPM വയനാട് ജില്ലാ സെക്രട്ടറി K റഫീഖ് പോലീസ് ഉദ്യോഗസ്ഥരെ പരസ്യമായി ഭീഷണിപ്പെടുത്തി എന്ന് പറഞ്ഞുകൊണ്ടാണ് വാർത്ത പുരോഗമിക്കുന്നത്. മറ്റു വാർത്തകളിലേക്ക് വരുമ്പോൾ, പകുതി വില തട്ടിപ്പിൽ 34,000 പരാതികൾ, ഉന്നതരുടെ പേരുകളും ഉയരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് സ്പെഷ്യൽ ബ്രാഞ്ച് റിപ്പോർട്ട് പോലീസ് അവഗണിച്ചു എന്നൊരു സബ് സ്റ്റോറി കൂടി ആ വാർത്തയുമായി ബന്ധപ്പെട്ട് നൽകുന്നുണ്ട്. ഇന്ത്യ സഖ്യം ഇല്ലാതാകുന്നു, ബീഹാറിൽ RJD ഒറ്റയ്ക്ക് മത്സരിച്ചേക്കും എന്നൊരു സൂചന കൂടി ജന്മഭൂമി ഫ്രണ്ട് പേജിൽ തന്നെ നൽകുന്നുണ്ട്. അടുത്തത് മലയാള മനോരമയാണ്. മനോരമയിലേക്ക് വരുമ്പോൾ മണിപ്പൂരിലെ വാർത്തയാണ് വലിയ പ്രാധാന്യത്തിൽ നൽകിയിരിക്കുന്നത്. ഗതികെട്ട് രാജി എന്നാണ് തലക്കെട്ട് നൽകിയിട്ടുള്ളത്. മണിപ്പൂർ BJP കൈവിട്ടു, മുഖ്യമന്ത്രി ബിരേൻ സിംഗ് പുറത്ത് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു സ്ട്രിപ്പ് നൽകുന്നുണ്ട്. കോൺഗ്രസ് എന്ന അവിശ്വാസ പ്രമേയം അവതരിപ്പിക്കാനിരിക്കെ തീരുമാനമെന്ന് പറഞ്ഞുകൊണ്ട് ബുള്ളറ്റിന് നൽകുന്നുണ്ട്. രാഷ്ട്രപതി ഭരണമോ പുതിയ മുഖ്യമന്ത്രിയോ എന്ന് ചോദിച്ചുകൊണ്ടൊരു മറ്റൊരു സബ് സ്റ്റോറി ഇതുമായി ബന്ധപ്പെട്ട് നൽകുന്നുണ്ട്. മുണ്ടക്കൈ ചൂരൽമല പുനരധിവാസം ഒരു ടൗൺഷിപ്പിൽ ഒതുങ്ങാൻ സാധ്യത എന്ന് പറഞ്ഞുകൊണ്ടുള്ള വാർത്തയാണ് അടുത്ത പ്രധാന വാർത്ത. വയനാട്ടിലെ മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടൽ ബാധിതരെ പുനരധിവസിപ്പിക്കാൻ പ്രഖ്യാപിച്ച 2 ടൗൺഷിപ്പുകളിൽ 1 സർക്കാർ ഒഴിവാക്കിയേക്കും എന്ന് പറഞ്ഞുകൊണ്ടാണ് വാർത്ത പുരോഗമിക്കുന്നത്. മറ്റൊന്ന്, ഛത്തീസ്ഗഡിലെ വൻ ഏറ്റുമുട്ടലുമായി ബന്ധപ്പെട്ട വാർത്തയും വലിയ പ്രാധാന്യത്തിൽ ഫ്രണ്ട് പേജിൽ തന്നെ നൽകിയിട്ടുണ്ട്. പാതിവില തട്ടിപ്പുമായി ബന്ധപ്പെട്ട വാർത്തയും ഫ്രണ്ട് പേജിൽ തന്നെ ഇടം പിടിച്ചിട്ടുണ്ട്. നേതാക്കൾക്ക് വൻ തുക നൽകി എല്ലാം വെളിപ്പെടുത്തുമെന്ന് പ്രതി എന്ന് പറഞ്ഞുകൊണ്ടാണ് തലക്കെട്ട് വാർത്തയുമായി ബന്ധപ്പെട്ട് നൽകിയിട്ടുള്ളത്. അടുത്തത് മാതൃഭൂമിയാണ്. മാതൃഭൂമിയിലേക്ക് വരുമ്പോൾ വലിയ പ്രാധാന്യത്തിൽ നൽകിയിരിക്കുന്നതും മണിപ്പൂരുമായി ബന്ധപ്പെട്ട വാർത്ത തന്നെയാണ്. പക്ഷേ മാതൃഭൂമിയുടെ തലക്കെട്ട് ഒടുവിൽ രാജി എന്ന് പറഞ്ഞുകൊണ്ടാണ്. എന്താണ് മണിപ്പൂരിലെ രാഷ്ട്രീയ അവസ്ഥ എന്ന് സൂചിപ്പിക്കുന്ന മറ്റൊരു ടേബിൾ നൽകുന്നുണ്ട്. ഭരണപക്ഷം ആരായിരുന്നു, എത്രയായിരുന്നു സീറ്റ് എന്നെല്ലാം തന്നെ കൃത്യമായി നൽകുന്ന തരത്തിലാണ് ആ ടേബിൾ നൽകിയിട്ടുള്ളത്. മറ്റൊന്ന്, മണിപ്പൂർ മുഖ്യമന്ത്രി ബിരേൻ സിംഗ് രാജിവെച്ചു എന്ന ഒരു സ്ട്രിപ്പ് കൂടി വാർത്തയ്ക്ക് നൽകുന്നുണ്ട്. ആയുധങ്ങൾ കൊള്ളയടിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് ഇംഫാലുമായി ബന്ധപ്പെട്ട മറ്റൊരു സബ് സ്റ്റോറി നൽകുന്നുണ്ട്. രാജി എല്ലാം നശിപ്പിച്ച ശേഷം എന്ന് പറഞ്ഞുകൊണ്ടുള്ള രാഹുൽ ഗാന്ധിയുടെ വാക്കുകളും അതുകൂടാതെ തന്നെ രാജിക്കാരണങ്ങൾ എന്ന് പറഞ്ഞുകൊണ്ട് മറ്റ് 2 സബ് സ്റ്റോറിയുമായി നൽകിയിട്ടുണ്ട്. ഛത്തീസ്ഗഡിൽ വീണ്ടും മാവോവാദി വേട്ട എന്ന വാർത്തയാണ് മാതൃഭൂമിയിലെ മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത. 2 ജവാന്മാർക്ക് വീരമൃത്യു എന്നുകൂടി മാതൃഭൂമി ആ വാർത്തയുമായി ബന്ധപ്പെട്ട് ഹൈലൈറ്റ് നൽകുന്നുണ്ട്. പാതിവില തട്ടിപ്പുമായി ബന്ധപ്പെട്ട കേസിൽ അന്വേഷണത്തിന് പ്രത്യേക സംഘം ഉടൻ എന്ന് പറഞ്ഞുകൊണ്ടാണ് പാതിവില തട്ടിപ്പുമായി ബന്ധപ്പെട്ട വാർത്ത മാതൃഭൂമി നൽകിയിട്ടുള്ളത്. പിണങ്ങിയപ്പോൾ ഭർത്താവിൻ്റെ പണി, ഭാര്യയുടെ ജോലി തട്ടിപ്പ് പുറത്ത് എന്ന് പറഞ്ഞുകൊണ്ടാണ് മറ്റൊരു വാർത്ത വരുന്നത്. ജോലി കിട്ടിയ ഭാര്യ തൊഴിലില്ലാത്ത ആളെന്ന് അധിക്ഷേപിച്ച് ഭർത്താവിനെ ഉപേക്ഷിച്ചു. ഇതിലുള്ള അമർഷത്തിൽ ഭാര്യയ്ക്കെതിരെ നൽകിയ പരാതിയിൽ പുറത്തു വന്നത് റെയിൽവേയിലെ വൻ ജോലി തട്ടിപ്പ് എന്ന് പറഞ്ഞുകൊണ്ടാണ് വാർത്ത പുരോഗമിക്കുന്നത്. മറ്റ് വാർത്തകളിലേക്ക് വരുമ്പോൾ, ഗാസ വെടിനിർത്തൽ കരാർ പ്രധാന ഇടനാഴിയിൽ നിന്ന് പിന്മാറി ഇസ്രായേൽ എന്ന് പറഞ്ഞുകൊണ്ടുള്ള വാർത്തയാണ്. വെടിനിർത്തൽ കരാറിലെ വ്യവസ്ഥ പ്രകാരം ഗസയിലെ പ്രധാന ഇടനാഴിയിൽ നിന്ന് ഇസ്രായേൽ സൈന്യം പിന്മാറി എന്ന് പറഞ്ഞുകൊണ്ടാണ് വാർത്ത പുരോഗമിക്കുന്നത്. അവസാനത്തേത് മാധ്യമമാണ്. മാധ്യമത്തിലേക്ക് വരുമ്പോൾ, വഴിയടഞ്ഞപ്പോൾ രാജി എന്ന് പറഞ്ഞുകൊണ്ടാണ് മണിപ്പൂരുമായി ബന്ധപ്പെട്ട വാർത്ത നൽകുന്നത്. മണിപ്പൂർ മുഖ്യമന്ത്രി ബിരേൻ സിംഗ് സ്ഥാനമൊഴിഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ട് മറ്റൊരു സബ് ഹെഡിംഗ് നൽകുന്നുണ്ട്. ഛത്തീസ്ഗഡിൽ മാവോവാദി വേട്ട, 31 പേരെ വെടിവെച്ചു കൊന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് മാവോവാദി വേട്ടയുമായി ബന്ധപ്പെട്ട വാർത്ത നൽകിയിട്ടുള്ളത്. മറ്റൊന്ന്, 2ാം ഘട്ട വെടിനിർത്തൽ ചർച്ച, ഇസ്രായേൽ സംഘം ഖത്തറിലേക്ക് എന്ന് പറഞ്ഞുകൊണ്ടുള്ള വാർത്തയാണ്. കൂടുതൽ ബന്ദിമോചനത്തിനും ഗസയിൽ ശാശ്വത സമാധാനത്തിനും വഴി തുറക്കുന്ന 2ാം ഘട്ട വെടിനിർത്തൽ ചർച്ചകൾ വീണ്ടും സജീവമായി എന്ന് പറഞ്ഞുകൊണ്ടാണ് ആ വാർത്ത പുരോഗമിക്കുന്നത്. മറ്റൊന്ന്, പാതിവില തട്ടിപ്പുമായി ബന്ധപ്പെട്ട വാർത്തയാണ്. റിട്ടയർഡ് ജസ്റ്റിസിനെതിരെയും കേസ് എന്ന് പറഞ്ഞുകൊണ്ടാണ് ആ വാർത്ത നൽകിയിട്ടുള്ളത്. കൂടാതെ രക്ഷാധികാരി എല്ലാ കേസ് പ്രാഥമിക അന്വേഷണം പോലും നടത്താതെ എന്ന് പറഞ്ഞുകൊണ്ടാണ് ജസ്റ്റിസിൻ്റെ വാക്കുകളും സബ് സ്റ്റോറിയായി നൽകിയിട്ടുണ്ട്. ഡൽഹി ആര് നയിക്കും എന്ന് പറഞ്ഞുകൊണ്ട് ഡൽഹിയിലെ ഇപ്പോഴത്തെ സ്ഥിതി പ്രതിസന്ധി സൂചിപ്പിക്കുന്ന വാർത്ത നൽകുന്നുണ്ട്. സസ്പെൻസ് തുടരുന്നു, അതിഷി രാജിവെച്ചു എന്ന് പറഞ്ഞുകൊണ്ടാണ് അതിന് ബുള്ളറ്റിൻ നൽകിയിട്ടുള്ളത്. മുസ്തഫാബാദിൻ്റെ പേര് മാറ്റും എന്ന് പറഞ്ഞുകൊണ്ട് മറ്റൊരു സബ് സ്റ്റോറിയും ഇതുമായി ബന്ധപ്പെട്ട് നൽകുന്നുണ്ട്. ഇത്രയുമാണ് ഇന്നത്തെ പത്രങ്ങളിലെ പ്രധാന തലക്കെട്ടുകൾ.